മാതൃഭൂമി.com വേണ്ടി ജിതിനാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. എൻ്റെ പിന്നിൽ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറി വിഭാഗമാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് ആശുപത്രികളുടെ അനാസ്ഥ മൂലം മരണമടഞ്ഞ മുരുകൻ്റെ മൃതശരീരം ഇവിടെയുണ്ട്. ഇവിടേക്ക് കൊല്ലത്ത് നിന്ന് എത്തിച്ചത് DYFIയുടെ ആംബുലൻസിലാണ്. ഈ കൂടുതൽ വിവരങ്ങൾ പറയാൻ മരിച്ച മുരുകൻ്റെ ബന്ധുവും അതുപോലെ DYFI പ്രവർത്തകനുമായ മണികണ്ഠൻ നമ്മളോടൊപ്പം ഉണ്ട്. എന്തായിരുന്നു ചേട്ടാ? നമ്മുടെ അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളി ഈ കേരളത്തിൽ വന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായ ആക്സിഡൻറ്റ് പറ്റി മരിക്കുകയും ആ ബോഡിയോട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അനാഥരെ കാട്ടിയതിൻ്റെ ഭാഗമായാണ് പുള്ളി മരണപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ സാധു മനുഷ്യൻ മരണപ്പെടുകയും ആ ബോഡി നാട്ടിലെത്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ DYFI എന്ന നിലയിൽ ഈ ബോഡി തമിഴ്നാട്ടിൽ ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നേരെ കന്യാകുമാരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കാൻ DYFI നിലയിൽ സ്വീകരിക്കുകയും നടപടി സ്വീകരിച്ചു. അതേപോലെ തന്നെ CPMൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഈ ബോഡിക്ക് സാധു കുടുംബം എന്നതിൽ ആംബുലൻസ് പോലും കിട്ടാതെ വന്നപ്പോൾ ആ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ഭാഗമായി CPMൻ്റെ ജില്ലാ കമ്മിറ്റി 10,000 രൂപ നൽകുകയും അതേപോലെ DYFI 10,000 രൂപ നൽകി ഈ ആംബുലൻസും വെട്ടി നൽകുകയും ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഈ ബോഡി നാട്ടിലെത്തിക്കുമെന്നാണ് DYFI നിലയിൽ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട 2 സഹാക്കളെയാണ് മനുവിനെയും എന്നെയും ഈ ബോഡി അവരെ വീട്ടിലെത്തിക്കുക എന്നൊരു കടമ കൂടി ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ബോഡി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഈ സംഭവം എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? ഈ സംഭവം നമ്മൾ മെനങ്ങാന്ന് രാത്രിയാണ് ഈ സംഭവം നടന്നത്. നമ്മൾ അറിയുന്നത് ഇന്നലെ വൈകുന്നേരമാണ്. അതായത് നമ്മളെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി വിളിച്ചു പറയും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് അറിയുന്നത്. നമ്മളിന്ന് അവർ സാധു കുടുംബത്തിനെ കൊണ്ട് ഇന്നലെ പോലും അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. അവരിന്ന് രാവിലെയാണ് ഇവിടെ ഈ ബോഡിയുടെ അടുത്ത് തന്നെ എത്തിയത്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇവിടെ എത്തിയതെങ്കിലും ആഹാരം പോലും കഴിക്കാതെ നിന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ബോഡി ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്ന നിലയിൽ ഈ DYFIയും CPM ഏറ്റെടുത്ത് നാട്ടിലെത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ജില്ലാ ആശുപത്രി ആംബുലൻസ് നിഷേധിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നല്ലോ. അത് വെറും തെറ്റായൊരു വാർത്തയാണ്. ഞാനാണ് ആ ആംബുലൻസ് വേണ്ട എന്ന് പറയും. ആ ആംബുലൻസിന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആംബുലൻസിന് 1,800 രൂപ കണ്ട ചാർജ്. അതുപോലും അവരെ കൊടുക്കാനില്ലെന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ട് DYFI ഇത് ഏറ്റെടുത്ത് ആംബുലൻസും അവർക്ക് നാട്ടിലെത്തിക്കാനുള്ള പൈസയും DYFI എന്ന സംഘടനത്തിന് CPMഉം ചേർന്ന് കൊടുത്തതാണ്. അല്ലാതെ അങ്ങോട്ട് വാർത്ത തെറ്റായ വാർത്തയാണ്. അതാ ഒരു കാരണവശാലും ഇത് കൊടുക്കാൻ പാടില്ല. ഈ മരിച്ച മുരുകൻ്റെ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ? കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. പുള്ളി കൊച്ചുനാൾ മുതലേ കേരളത്തിലാണ് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിവരങ്ങൾ അവർ ബന്ധുക്കളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം പറയാം. മരിച്ച മുരുകൻ്റെ ബന്ധു മണികണ്ഠൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏകദേശം അരമണിക്കൂർ മുമ്പാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് DYFIയുടെ ആംബുലൻസിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് എത്തിച്ചത്. ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച രാത്രി 10:30 ഈ മുരുകൻ്റെ അപകടം നടക്കുന്നത്. അതായത് NHലെ ചാത്തന്നൂരിനടുത്തുള്ള ഇത്തിക്കര വളവിൽ വെച്ച് മറ്റൊരു ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം ആദ്യം കൊല്ലത്ത് തന്നെ കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇവിടെ പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു സന്നദ്ധ സംഘടനയുടെ ആംബുലൻസിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് ഇവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റിയെങ്കിലും അവിടെ നിന്ന് പിന്നെ മെഡിട്രീന ആശുപത്രിയിലേക്ക് എത്തിച്ചു, കൊല്ലത്തെ തന്നെ. അതിനുശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമുണ്ടായത്. മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും രാത്രി 1 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഏകദേശം 3 മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് ആംബുലൻസ് മുരുകൻ്റെ മൃതശരീരവുമായി കിടക്കുന്ന ഒരു നിർഭാഗ്യകരമായ സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഇവിടെ നിന്നും വെന്റിലേറ്റർ സൗകര്യം കുറവുണ്ട് എന്ന പേരിൽ, വെന്റിലേറ്റർ സൗകര്യമില്ല എന്ന പേരിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാതിരുന്നതിനെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവിടെയും മുരുകനെ പ്രവേശിപ്പിച്ചില്ല. തുടർന്ന് സ്ഥിതി തീരെ വഷളായ അവസ്ഥയിൽ തിരികെ വീണ്ടും കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് വീണ്ടും കൊല്ലത്തേക്കും കൊണ്ടുപോകേണ്ട അതിദാരുണമായ സാഹചര്യത്തിൽ പോയി തിരികെ വീണ്ടും കൊല്ലത്തെ മിയണ്ണൂർ അസീസിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെയും പ്രവേശിപ്പിച്ചില്ല. 6 ആശുപത്രികളാണ് മുരുകൻ്റെ ചികിത്സ നിഷേധിച്ചത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്ക് അതായത് തിങ്കളാഴ്ച രാവിലെ 6:15 മുരുകൻ മരണമടയുകയായിരുന്നു.
ബന്ധുക്കൾ ആരും സമീപത്തുണ്ടായിരുന്നില്ല. ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മൃതശരീരം കിടക്കുകയായിരുന്നു. ഒരാൾ പോലും എത്താനുണ്ടായിരുന്നില്ല. നിർധന കുടുംബത്തിൽപ്പെട്ട മുരുകന് സഹായികളോ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായിരുന്നു മുരുകൻ അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ബന്ധുക്കൾ കൂടെ ഇല്ലാത്തതിനാലാണ് പല ആശുപത്രികളും മുരുകന് ചികിത്സ നിഷേധിച്ചത്. ഈ സാഹചര്യത്തിൽ പിന്നീട് ആരോ വഴി നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച മണികണ്ഠൻ എന്ന ബന്ധുവിലേക്ക് എത്തുകയും മണികണ്ഠൻ ഒരു അകന്ന ബന്ധുവാണ് മുരുകൻ്റെ. വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധം മാത്രമാണ്. അടുത്തിടെ മണികണ്ഠൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ആണ് ഇവരുടെ ബന്ധം വീണ്ടും അറിയുന്നതും ഈ സാഹചര്യത്തിൽ മണികണ്ഠനെ വീണ്ടും ബന്ധപ്പെടുന്നതും. മണികണ്ഠൻ അറിയിച്ചതനുസരിച്ചാണ് മുരുകൻ്റെ കുടുംബാംഗങ്ങൾ തിരുനെൽവേലിയിൽ വിവരമറിഞ്ഞത്. ഇവരെത്തുമ്പോഴേക്ക് വൈകുന്നേരമായിരുന്നു. അപ്പോഴും മുരുകൻ്റെ മൃതശരീരം എവിടേക്കെങ്കിലും എത്തിക്കാനോ നാട്ടിലേക്ക് എത്തിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവരുടെ കയ്യിൽ തീരെ ഈ പറഞ്ഞ വളരെ ദരിദ്ര പശ്ചാത്തലമുള്ള കുടുംബമായതിനാൽ തന്നെ ഇവർക്ക് ഈ സാഹചര്യം നേരിടാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇന്ന് രാവിലെ എല്ലാ മാധ്യമങ്ങളിലും ഉൾപ്പെടെ വലിയ വാർത്തയാവുകയും ചെയ്തതിനെ തുടർന്നാണ് DYFI ശക്തമായ ഇടപെടൽ നടത്തിയത്. DYFI ജില്ലാ കമ്മിറ്റി ഇവർക്ക് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുകയും ജില്ലാ കമ്മിറ്റി ഇടപെട്ട് 10,000 രൂപ സഹായമായി നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ മൃതശരീരം ഇവിടെ എത്തിച്ചതിനെ തുടർന്ന് കൊല്ലത്ത് നിന്ന് ബന്ധുക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരേതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. ഇവിടെ നിന്ന് തമിഴ്നാട് കന്യാകുമാരി തിരുനെൽവേലി പ്രോപ്പർ തിരുനെൽവേലി അല്ല, കന്യാകുമാരിയിൽ ഉൾപ്രദേശങ്ങളിൽ എവിടെയാണ് മുരുകൻ്റെ വീട്. ഇവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യവും DYFI തന്നെ ചെയ്തു കൊടുക്കുമെന്നാണ് കുറച്ചു മുമ്പ് DYFIയുടെ പ്രതിനിധികൾ നമ്മളോട് പറഞ്ഞത്. മാതൃഭൂമി.com വേണ്ടി ക്യാമറാമാൻ പ്രവീണിനൊപ്പം ജിതിൻ.